പ്രസിദ്ധനായ നിയമപണ്ഡിതൻ മോസസ് മെയ്നോട്സിൻ്റെ വാക്കുകളിൽ ഇറ്റ് ഈസ് ബെറ്റർ ആൻഡ് മോർ സാറ്റിസ്ഫാക്ടറി ടു അക്വിറ്റ് 1,000 ഗിൽറ്റി പേഴ്സൺസ് ദാൻ ടു പുട്ട് എ സിംഗിൾ ഇന്നസെൻറ്റ് വൺ ടു ഡെത്ത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഇത് തന്നെയാണ് ഇന്ത്യൻ നിയമസംഹിതയുടെ അടിസ്ഥാന തത്വം. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ വിരലിലെണ്ണാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് മാത്രമാണ് വധശിക്ഷ നൽകുന്നത്. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കൊലപാതകങ്ങൾക്ക്, ഉദാഹരണം സൗമ്യ വധക്കേസ്, അതുപോലെ തന്നെ ഗൗരവമറിയിക്കുന്ന മറ്റു കുറ്റകൃത്യമാണ് രാജ്യദ്രോഹം. ഈ അടുത്ത കാലത്ത് രാജ്യദ്രോഹ കുറ്റത്തിനും വധശിക്ഷയ്ക്കും കൊലപാതകത്തിനും 2 പേരെ തൂക്കിക്കൊന്നത് ഈ അടുത്ത കാലത്താണ്. വിദേശിയായ പാക് പൗരൻ കസബിനെയും ഇന്ത്യൻ വംശജനായ അഫ്സൽ ഗുരുവിനെയും. ഈ 2 ശിക്ഷാവിധിക്ക് ശേഷം നമ്മുടെ രാജ്യത്തു നിന്നും, അകത്തുനിന്നും പുറത്തുനിന്നും, UN സെക്രട്ടറിയിൽ നിന്നും നമുക്ക് വിമർശനങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇന്ന് പല രാജ്യങ്ങളും വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ട്. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ വധശിക്ഷ ഇന്നും തുടർന്നു കൊണ്ടുവരുന്നു. ചില രാജ്യങ്ങളിൽ പരസ്യമായി തന്നെ വധശിക്ഷ നടപ്പാക്കുന്ന രീതി നിലവിലുണ്ട്. ഇന്ത്യയിൽ വളരെ അപൂർവമായിട്ട് വധശിക്ഷ നടപ്പാക്കുന്നുണ്ട്. ഇന്ത്യയിൽ വധശിക്ഷ നടപ്പാക്കുമ്പോൾ കൊലപാതക കുറ്റത്തിന് വധശിക്ഷ വേണോ ജീവപര്യന്തം തടവ് വേണോ എന്ന് നിശ്ചയിക്കുമ്പോൾ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവത്തോടൊപ്പം തന്നെ പ്രതി കുറ്റം ചെയ്യാൻ എടുത്ത തയ്യാറെടുപ്പുകൾ, കുറ്റം ചെയ്യാൻ ഉപയോഗിച്ച ആയുധങ്ങൾ, സാഹചര്യങ്ങൾ, പദ്ധതി എന്നിവയെല്ലാം പരിഗണിച്ചാണ് ന്യായാധിപന്മാർ വധശിക്ഷ വേണോ ജീവപര്യന്തം തടവ് വേണോ എന്ന് തീരുമാനിക്കുന്നത്. ഇന്ത്യയിൽ വധശിക്ഷ നടപ്പാക്കുന്ന രീതി മരണം വരെ തൂക്കിലേറ്റിയാണ്. ഇന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ സംബന്ധിച്ച് സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചാൽ ഹൈക്കോടതിയുടെ അംഗീകാരത്തോടെ മാത്രമേ വധശിക്ഷ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകാം. ഹൈക്കോടതി അത് ശരിവച്ചാൽ സുപ്രീം കോടതിയിൽ വീണ്ടും അപ്പീൽ നൽകാം. സുപ്രീം കോടതിയും ഈ ശിക്ഷ ശരിവച്ചാൽ വീണ്ടും രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിക്കാം. രാഷ്ട്രപതി ദയാഹർജി തള്ളിയാൽ മാത്രമേ ഇന്ത്യയിൽ ഇന്ന് വധശിക്ഷ നടപ്പാക്കുന്നുള്ളൂ. ഇതുപോലെ ധാരാളം പ്രോസസ്സിലൂടെ അവസാനം മാത്രമാണ് വധശിക്ഷ നടപ്പാക്കുന്നത്. ജീവപര്യന്തം തടവിനെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ന് ന്യായാധിപന്മാർ ജീവപര്യന്തം തടവ് നൽകുന്നത് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മരണം വരെ തടവ് ശിക്ഷ ഏൽക്കുക എന്നതാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ന് ജീവപര്യന്തം തടവിന് വിധിക്കപ്പെടുന്ന ഒരു കുറ്റവാളി എത്ര വർഷം ശിക്ഷ അനുഭവിക്കുന്നുണ്ട്? കൂടി വന്നാൽ 7, 10, 12, മാക്സിമം 14 വർഷം. എന്താണ് ഇതിന് കാരണമെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകളുടെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അത് കാലാവധി കുറച്ച്, വർഷങ്ങൾ കുറച്ച് 14 വർഷത്തേക്ക്, അതിനകം 7, 10, 12 ഈ വർഷങ്ങളായി ചുരുങ്ങുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ നീതിപീഠങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ, ഉദ്ദേശിക്കുന്ന തരത്തിൽ ഈ ശിക്ഷ നടപ്പാകുന്നില്ല എന്നതാണ് സത്യം. ഒരു ന്യായാധിപൻ ജീവപര്യന്തം തടവ് വിധിക്കുമ്പോൾ കുറ്റം ചെയ്ത പ്രതിക്ക് താൻ ചെയ്ത കുറ്റത്തിൻ്റെ തീവ്രത മനസ്സിലാകുവാനും പശ്ചാത്തപിക്കുവാനും ഒരു പരിധിവരെ സമൂഹത്തിൽ നിന്ന് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്ന ഒരു അവസ്ഥ സംജാതമാകുവാനാണ് വധശിക്ഷയോ ജീവപര്യന്തമോ കൊടുക്കുന്നത്. ഇന്ന് പലരും വധശിക്ഷ വേണ്ട എന്ന് വാദിക്കുന്നവരുണ്ട്. നമ്മുടെ പ്രസിദ്ധനായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പരിഷ്കൃത സമൂഹത്തിന് വധശിക്ഷ വേണ്ട എന്ന് വാദിക്കുന്നതിൽപ്പെട്ടവരാണ്. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇതെല്ലാം പറയുമ്പോൾ ഇന്ന്
ഒരു പ്രതി കുറ്റം ചെയ്യുമ്പോൾ, ഒരു കൊലയാളി കുറ്റം ചെയ്യുമ്പോൾ, സമൂഹത്തിൽ ഒരു മനുഷ്യന് കൊല ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവസ്ഥ നിഷേധിക്കുകയല്ലേ ചെയ്യുന്നത്? പരിഷ്കൃതരായ മനുഷ്യൻ എന്തിന് കൊലക്കുറ്റം ചെയ്യണം? സൗമ്യ എന്ന പെൺകുട്ടിയുടെ ഘാതകൻ വധശിക്ഷ കാത്ത് ഇരിക്കുന്നു. അതുപോലെ ഡൽഹിയിലെ പെൺകുട്ടിക്ക് അവളുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ ഒരു രാജ്യത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയ്ക്കോ ഒരു പറ്റം വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിനോ സാധിച്ചില്ല. ഇന്ന് ഞാൻ പറയുന്നു, ഇന്ത്യയിൽ വധശിക്ഷ ചില കാര്യങ്ങളിലും അത്യാവശ്യം തന്നെയാണ്. ഒരു പരോളിലിറങ്ങി വീണ്ടും കുറ്റം ചെയ്യുന്നവന്, രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നവന്, ഒരേ സംഭവത്തിൽ ഒത്തിരി പേരെ വധിക്കുന്നവന്, ഇവിടെയെല്ലാം ഞാൻ ശക്തമായി പറയുന്നു, വധശിക്ഷ കൂടിയേ തീരൂ. മനുഷ്യനോട് സമൂഹ ജീവിയായ മനുഷ്യൻ എപ്പോഴും നിയമത്തിനെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഒരിക്കലും ഒരു ഇന്ത്യക്കാരനും വധശിക്ഷ ഉണ്ടാക്കാത്ത വിധത്തിലുള്ള ഒരു സാമ്രാജ്യമാണ് നമ്മുടെ സ്വപ്നം. അത് നമ്മൾ കുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു വ്യക്തിയെ, ഒരു സ്ത്രീയെ സ്ത്രീയായി കാണുവാനും അംഗീകരിക്കുവാനും മറ്റു വ്യക്തികളോട് സമഭാവനയോടെ പെരുമാറാനും നമുക്ക് സാധിക്കട്ടെ. ഒരു വധശിക്ഷ ഏൽക്കാത്ത ഭാരതീയൻ എന്നുള്ള സ്വപ്നത്തിലേക്ക് ആർഷഭാരത സംസ്കാരത്തിന്റെ ആത്മീയ മന്ത്രമായ ലോകോ സമസ്ത സുഖനഭവന്തു എന്ന ആശയം ഓരോ ഭാരതീയനും സ്വായത്തമാക്കട്ടെ. മർത്തിനു ജീവനുതകി സ്വജീവിതം ധന്യമാക്കൂ മമലേ വിവേകികൾ എന്ന ആപ്തവാക്യം നിങ്ങളുടെ ചിന്താധാരയിലേക്ക് നൽകിക്കൊണ്ട് ഞാൻ വിരമിക്കുന്നു. നമസ്കാരം. കോർട്ട് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കോടതിയിൽ നിന്ന് പ്രസംഗിക്കുന്ന മാതിരി തന്നെയാണ് എനിക്ക് തോന്നിയത്, വാദിക്കുന്ന മാതിരിയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അങ്ങനെ തോന്നിയത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ താങ്കൾ ഒരാശയം എനിക്കിഷ്ടമായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 12 കൊല്ലം, അമേരിക്കയിലാണ് നല്ലത്, 55 കൊല്ലമൊക്കെ കൊടുക്കുക, അപ്പോഴേ അയാൾ മരിച്ചു, പിന്നെ വധശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ജഡ്ജസിനോടാണ്. വാമനൻ സർ, വളരെ മികച്ച ഒരു പ്രകടനമായിരുന്നു അത്. പ്രസംഗത്തിൻ്റെ ആ വിഷയത്തിൻ്റെ ശക്തി, ആ വിഷയത്തിൻ്റെ പ്രസക്തി, ആശയങ്ങളിലുള്ള ഒരു അഭിഭാഷക എന്ന രീതിയിലുള്ള ആ വിഷയത്തെ സമീപിച്ച രീതി അതെനിക്ക് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. ചില സമയത്ത് വാക്കുകൾ ഇങ്ങനെ കുറച്ചുകൂടെ ഒരു വ്യക്തമാവാമായിരുന്നു. എവിടെയോ ചില്ലറ സമയത്ത് ചില ക്ലാരിറ്റി മിസ്സായോ എന്നുള്ള ചെറു തോന്നലേ ഉള്ളൂ. അഭിഭാഷകർ ഇത് നമ്മുടെ സമൂഹത്തിനൊരു ധാരണയുണ്ട്. ഒരുപക്ഷെ രേഖ തന്നെ അൽഫോൻസ് വിളിക്കുമ്പോൾ ആ അഭിഭാഷകരിൽ എങ്ങ് പ്രത്യേകിച്ച് പക്ഷെ ഇത് ഒരു സമൂഹത്തിൽ ഞങ്ങൾ കോടതിയിൽ ഇങ്ങനെ ഭയങ്കര പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല. അതെ, സിനിമ കണ്ടിട്ടുണ്ടായിരുന്നൊരു സ്വാധീനമായിരിക്കാം. സത്യം പറഞ്ഞാൽ കോടതിയിൽ ആവശ്യമില്ലാത്ത പറഞ്ഞാൽ ശിക്ഷ ഏറ്റുവാങ്ങുന്ന അവസ്ഥയുള്ളത്. അപ്പം എങ്ങനെ എന്ത് പറയാതിരിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും എനിക്ക് ഒരു സ്റ്റാൻഡ് എടുത്തല്ലോ, അത് വേണം. കാരണം പലപ്പോഴും ഇങ്ങനെ ഒഴുക്കൻ മട്ടിൽ വേണോ വേണ്ടോ ഇത് പൊതുവെ ഒരു പൊള്ളുന്ന വിഷയമാണ്. പലരും അതിൽ അസേർട്ടീവ്നെസ് എന്നത് പലരും കാണിക്കാറില്ല, എന്നിട്ട് ഇത് കൊടുക്കേണ്ടായിരുന്നു. അപ്പം അൽഫോൻസെ അത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എടുത്ത ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതായത് അപൂർവമായ കേസുകളിൽ വധശിക്ഷ തീർച്ചയായിട്ടും വേണം എന്ന ഒരു സ്റ്റാൻഡ്. പിന്നെ അത് ഒടുവിൽ ഒരു സ്ത്രീകളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതുകൊണ്ട് മാഡത്തിൻ്റെ വോയിസ് മോഡുലേഷൻ വളരെ പവർഫുൾ ആയിരുന്നു. നമ്മളിപ്പോൾ പറയും പുട്ട് എ പീസ് ഓഫ് യുവർ ഹാർട്ട് ഇൻ ടു യുവർ സ്പീച്ച് എന്ന് പറയും. അങ്ങനെ ഹൃദയത്തിൻ്റെ ഒരു കഷണം പ്രസംഗത്തിൽ ചേർത്താൽ മാത്രമേ അതിൻ്റെ വികാരവും ഒരു തീവ്രത ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെ ഒരു വികാര തീവ്രതയും ഒരു നല്ല ഐ കോണ്ടാക്റ്റിംഗ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു. ഐ ലൈക്ക് ദ സ്പീച്ച്. താങ്ക് യു സർ. മീര മാഡം വളരെ ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു. അത് ആശയങ്ങൾ മറ്റുള്ളവർക്ക് യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടോ എന്നുള്ളത് പരിഗണിക്കാതെ സ്വന്തമായൊരു നിലപാടെടുത്തു. എന്നാലും അൽഫോൺസയിൽ നിന്ന് ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. വധശിക്ഷ മറ്റുള്ളവർ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു പോയിന്റ് അതിൽ വന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട്. കാരണം അത് ഞാൻ പറഞ്ഞത്, ഒരു ദൈവം നൽകിയ ജീവനെ തിരിച്ചെടുക്കാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, തിരുത്താൻ പറ്റാത്ത ഒരു ശിക്ഷയാണത്. അത് തെറ്റായി പോയി എന്ന് പിന്നീട് കണ്ടെത്തിയാലും അത് തിരിച്ചെടുക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ടാണ് അതിന് മുൻപ് പറഞ്ഞത്, ഒരു സെഷൻസ് കോടതി ഒരു വധശിക്ഷ വിധിച്ചാൽ അത് ഹൈക്കോടതിയുടെ കൺഫർമേഷൻ കിട്ടണം. അതിനുശേഷം വീണ്ടും നമ്മൾ അപ്പീൽ കൊടുക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ. അതിനുശേഷം വീണ്ടും ദയാഹർജി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓൾ ഓൺ എ സഡൻ അല്ല ഒരിക്കലും ഇത് ചെയ്യും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എത്രയോ നാൾ കഴിഞ്ഞു വധശിക്ഷ കാത്തില്ല. 50 കൊല്ലം കഴിഞ്ഞാവാം ഒരുപക്ഷെ ഈ ശിക്ഷിക്കപ്പെട്ട ആൾ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നു. അത്തരം സാഹചര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. വധശിക്ഷ വേണ്ടെന്ന് വെച്ച പല രാജ്യങ്ങളിലും അത്തരം ചില അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അവർ വധശിക്ഷയ്ക്കെതിരെ പ്രതികരിച്ചത്. അതിന് ചർച്ചയിലേക്ക് പോയാൽ അത് നീണ്ട ഒരു ചർച്ചയാവും. അതിലേക്ക് നമുക്കറിയാം, ഇപ്പോൾ സിംഹത്തിന്റെ മുറിയിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുക, ആനയെ കൊണ്ട് ചവിട്ടിക്കുക,
പരസ്യമായി ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പരസ്യമായിട്ട് ക്രൂശിക്കുക. അപ്പോൾ യേശുക്രിസ്തുവിനെ ശിക്ഷിച്ചത് ബറാബാസ് എന്ന ഒരു കൊലപാതകിക്ക് പകരമായിട്ടാണ്. അതേസമയം ഇടത്തും വലത്തും ക്രൂശിക്കപ്പെട്ടവർ മോഷ്ടാക്കളായിരുന്നു. അപ്പം നിസാര കാര്യങ്ങൾക്ക് പോലും പണ്ട് വധശിക്ഷ കൊടുത്തിരുന്നു. ഈ രീതിയും വ്യത്യസ്തമായത്. ഇപ്പോൾ സോക്രട്ടീസിന് വിഷം നൽകിയാണ്. മാറിയ സാഹചര്യങ്ങളിൽ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന പഴയ ഗോത്രവർഗ ശിക്ഷാവിധികൾ നമ്മളെപ്പോലെയുള്ള പരിഷ്കൃത സമൂഹം സ്വീകരിക്കേണ്ടതുണ്ടോ എന്നതിനെ പറ്റിയാണ് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകളെ പറ്റി അൽഫോൺസ എടുത്ത നിലപാട് എനിക്ക് വ്യക്തമായി. പക്ഷെ ആ ചർച്ചകളെ എങ്ങനെ അൽഫോൺസ ഖണ്ഡിക്കുന്നു എന്നുള്ളത് വ്യക്തമായില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് ഇപ്പോൾ ഈ 55 വർഷം പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യത്ത് ഈ ഒരിക്കലും ഒരാളും ഈ മരണം വരെ, അതാണ് സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ഈ ഒരു ഇത് വരും. പക്ഷെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ആ നിയമം മരണം വരെ വരുന്നുണ്ടെങ്കിൽ മാഡം പറഞ്ഞത് ഓക്കെ, പിന്നീട്. പക്ഷെ ഇതങ്ങനെ ഇല്ല. ഒരാളെ കൊന്നാൽ 14 വർഷം കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്നുള്ള ചിന്തയാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് ഉള്ളത്. സർ, പോലീസ് സ്റ്റേഷനാണോ കോടതി മുറിയാണോ ഈ വാദത്തിന്? എനിക്ക് അൽഫോൺസയുടെ പ്രസംഗം വളരെ വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ചും അങ്ങനെ കിലുക്കി കുത്തിയെടുത്ത ഒരു വിഷയത്തെക്കുറിച്ച് പെട്ടെന്ന് പ്രസംഗിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പരിഭ്രാന്തി എത്രമാത്രമാണെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ഞങ്ങളിൽ ചിലരെങ്കിലും. അതുകൊണ്ട് വളരെ നന്നായിരുന്നു. ഞാൻ വിഷയത്തിൻ്റെ അവതരണത്തോട് അതിൻ്റെ ആർഗ്യുമെൻ്റ് ഡെവലപ്പ് ചെയ്ത രീതിയോട് ഒക്കെ ഞാൻ വളരെ യോജിക്കുന്നു. ആശയത്തോട് യോജിക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം. ഡെവലപ്പ് ചെയ്തെടുത്ത രീതിയോടും അവസാനം കൺക്ലൂഡ് ചെയ്ത രീതിയോടും 2-3 വിമർശനങ്ങളുള്ളത്. ഒന്ന്, കുറച്ചുകൂടി ഞങ്ങളെയൊക്കെ നോക്കാമായിരുന്നു. ഞങ്ങളെയൊക്കെ കണ്ണിൽ നോക്കി പ്രസംഗിക്കാമായിരുന്നു. വിഷയം അത്ര ഗൗരവമുള്ളതാണെങ്കിലും ദി സ്പീക്കർ വെൻ ഹി ആർഗ്യൂസ് ഫോർ ഇറ്റ് മസ്റ്റ് അഡോപ്റ്റ് എ വെരി pleasant face. That is very much necessary for the success of your persuasive power of your argument. അത് 2 വിമർശനങ്ങൾ മാത്രമാണുള്ളത്. വളരെ നന്നായിരുന്നു. അപ്പോൾ ഒരു മാർക്ക് കൊടുത്ത് വധശിക്ഷയിൽ നിന്ന് ഇദ്ദേഹത്തിനെ ഒന്ന് ഒഴിവാക്കണം. അൽഫോൺസയ്ക്ക് ഈ പ്രസംഗത്തിന് 8 മാർക്ക് നൽകണമെന്ന് ജഡ്ജിമാർ തീരുമാനിച്ചു. അൽഫോൺസയ്ക്ക് ഈ റൗണ്ടിൽ, അതായത് പ്രഭാഷണം എന്ന റൗണ്ടിൽ കിട്ടുന്ന 8 മാർക്കാണ്. വധശിക്ഷ അനിവാര്യമോ എന്ന ടോപ്പിക്ക് വളരെ ഗംഭീരമായി പ്രസംഗിച്ച് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച അൽഫോൺസയ്ക്ക് കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഈ എപ്പിസോഡിലെ ഈ സെഗ്മെൻറ്റ്, ഈ പ്രഭാഷണം എന്ന സെഗ്മെൻറ്റോട് അവസാനിക്കുന്നു. വീണ്ടും ഒരു ചെറിയ സെഗ്മെൻറ്റ് തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. സീ യു ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കുറേ ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിൽ പെട്ട